ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ടർക്കിഷ് ഷവർമ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഗ്രിൽഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഗ്രിൽഡ് ചിക്കൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ അത് ഷെയർ ചെയ്യാം. പിന്നെ മയണൈസ് വേണം, എള്ള് വേണം. നോർമലി ടർക്കിഷ് ഷവർമയുടെ സോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയണൈസും എള്ളും വെളുത്തുള്ളിയും അതുപോലെ ലെമൺ ജ്യൂസും വിനെഗറും ഒലിവ് ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതാണ് ടർക്കിഷ് ഷവർമയുടെ സോസ്. അപ്പോൾ ഇവിടെ മക്കൾക്ക് അങ്ങനെ അധികം എള്ള് ഇടുന്നത് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഗാർലിക് മയണൈസാണ് അത് കാരണം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടർക്കിഷ് ഷവർമയിൽ മെയിൻ ഐറ്റം ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കില്ല, കുറച്ച് സ്മൈലീസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് പിക്കിൾഡ് വെജിറ്റബിൾസ് ഉണ്ട്. ഷവർമയിൽ കിട്ടണ കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ്, പച്ചമുളക്. ഇത് ഞാൻ കുറച്ച് വിനെഗറും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 ദിവസം മുമ്പ് ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒന്നായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതുപോലെ കുറച്ച് റെഡും നമുക്കെടുത്ത് ഇതുപോലെ തിൻ സ്ലൈസായിട്ട് ജൂലിയൻ കട്ട് ചെയ്തെടുക്കാം. പറ്റിച്ച് ക്യാബേജും തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ക്യാബേജ് ഏത് ഗ്രീന്? ഇത് ഉള്ളിലത്തെ പാട്ടും അത് പുറത്തെ പാട്ടും. ക്യാബേജും മാറ്റി. ഇനി ഈ പൊട്ടാറ്റോ സ്മൈലീസും നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. കടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഫ്രഞ്ച് ഫ്രൈസ് ഇതും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അതാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. ഇതുള്ളപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേറെ ഫ്രൈ ചെയ്തെടുക്കണ്ടല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് ക്രിസ്പി അല്ലേ? അപ്പം ഇതിന് സോൾട്ട് ഇല്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ടർക്കിഷ് ഷവർമ നോർമലി റുമാലി റൊട്ടിയിലാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ റുമാലി റൊട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ റെസിപ്പി ആയാലും ഞാൻ കമൻറ്റിൽ ഞാൻ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല സോഫ്റ്റ് കണ്ടോ? വീട്ടിലായാലും നമുക്കിതുപോലെ ചുറ്റിയെടുക്കാൻ പറ്റിയ റുമാലി റൊട്ടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ ഫസ്റ്റ് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മോന് ഇഷ്ടമല്ലല്ലോ, അത് ഷവർമയുടെ സോസ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്യാബേജ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സവാള നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് മുറിച്ച ഗ്രിൽഡോ ബാർബിക്യോ ഏതായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുത്തിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ലാസ്റ്റ് കുറച്ച് മയണൈസും കൂടിയും മേലെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്. കുറച്ച് ഇതുപോലെ ഞാൻ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇത് ഇങ്ങോട്ട്
കുറച്ച് ബട്ടർ ഒന്ന് തവയിൽ ഇട്ടിട്ട്, ബട്ടറോ ഓയിലോ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് തവയിലിട്ടിട്ട് ഇതൊന്ന് 2 സൈഡും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാട്ടോ. ഇതൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലും ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് റാപ്പ് ചെയ്യുന്നുണ്ട്, കഴിക്കാൻ സൗകര്യത്തിന്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അത് ഫുള്ള് താഴേക്ക് പോകും. അതന്നെ, 2 സൈഡും കവർ ചെയ്തെടുത്തിട്ട്, അപ്പോൾ 2 സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുണ്ട്. കുഞ്ഞിന് വേണോ? വാ. അടിപൊളിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.